കോഴിക്കോട് നിന്ന് മുഹമ്മദ് അസ്ലം വിശദാംശങ്ങൾ നൽകും. അസ്ലം, ഗുഡ് മോർണിംഗ്. അസ്ലം, പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അബ്ദുറഹീമിന്റെ മോചനം വൈകുന്നതിലുള്ള ഒരു നിരാശ കുടുംബത്തിനും നാട്ടുകാർക്കും കേരളത്തിനാകെയും ഉണ്ട്. ഇപ്പോൾ അവർക്ക് വേണ്ട പണം മുഴുവൻ സ്വരൂപിച്ച് നമ്മൾ നൽകിയതാണ്. പക്ഷെ ഇപ്പോഴും അവിടുത്തെ ഈ നിയമ നൂലാമാലകളുടെ ഒരു സങ്കീർണത വലിയ തിരിച്ചടിയാകുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇന്നിപ്പോൾ അതിലൊരു ഒരു നിർണായകമായ ഘട്ടമുണ്ട് എന്ന് കരുതുകയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് കുടുംബങ്ങൾക്ക് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിച്ചത്? ഒന്ന്, മറ്റെന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ, പ്രധാനപ്പെട്ട നേതാക്കൾ ആരെങ്കിലും കോഴിക്കോട്ടോ ജില്ലകളിലോ ഉണ്ടോ? എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ കൂടി? സൈഫുദ്ദീൻ റഹീമിന്റെ ജയിൽ മോചനം സംബന്ധിച്ചുള്ള ഹർജികൾ ഇന്ന് സൗദിയിലെ കോടതിയിലെ പുതിയ ബെഞ്ച് പരിഗണിക്കുമെന്നുള്ളതാണ് ഏറ്റവും കാര്യത്തിലുള്ള പുതിയൊരു കാര്യം എന്ന് പറയുന്നത്. അതായത് വധശിക്ഷ റദ്ദാക്കിയെങ്കിലും മോചനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായതില്ല. സ്വാഭാവികമായിട്ടും ഇത്തരം കേസുകളിൽ അതിൻ്റെതായ ഒരു സമയം എടുത്ത ശേഷമായിരിക്കും മുന്നോട്ട് പോകുക. കാരണം ഇതിൽ അവിടേതായ സർക്കാരിൻ്റെതായ ചില നിർദ്ദേശങ്ങളുണ്ട്. മാത്രമല്ല ആ കാര്യത്തിൽ ആ ശിക്ഷയിൽ നിന്ന് പൂർണ്ണമായിട്ടും വധശിക്ഷ മാത്രമേ മാറിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ബാക്കി നടപടികളിലേക്ക് മുന്നോട്ട് പോയി മോചനം എന്ന കാര്യത്തിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. എന്നാൽ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പുതിയ ബെഞ്ച് അത് പരിഗണിക്കും എന്നുള്ളതാണ്. പുതിയ ബെഞ്ച് പരിഗണിക്കുന്നുള്ളത് തന്നെ ഒരു പക്ഷേ ഇന്ന് എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് പെട്ടെന്ന് പോയേക്കുമെന്ന് അവിടുത്തെ അഭിഭാഷകർ കരുതുന്നില്ല. കോൺസുലേറ്റും അതുപോലെ തന്നെ അഭിഭാഷകരും തന്നെ കരുതുന്നില്ല. നിയമസഹായ സമിതി കരുതുന്നില്ല. അതേസമയം അതൊരു തുടക്കമായി വരികയും തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലേക്കുള്ളിടെ അടുത്ത സിറ്റിങ്ങുകളിലൂടെയും മറ്റുമൊക്കെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം വധശിക്ഷ റദ്ദാക്കിയ തരത്തിൽ ഏത് സമയം വേണമെങ്കിലും ജയിൽ മോചനത്തിലുള്ള ഉത്തരവ് ഇടാം എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് അബ്ദുൾ റഹീമിന്റെ കുടുംബം കോഴിക്കോടുള്ളത്. എന്തായാലും ഒരു ഇന്ത്യൻ സമയം 8 മണിക്കാണ് അവിടെ ഇന്ത്യൻ സമയം 10:30ക്കാണ് കേസ് പരിഗണിക്കുക. കേസിന്റെ പുരോഗതിക്ക് അനുസരിച്ചിട്ട് സ്വാഭാവികമായിട്ടും കുടുംബത്തിന്റെ പ്രതികരണം ഉണ്ടാവുകയും ചെയ്യും. മറ്റൊരു കാര്യം, കണ്ണൂർ നടന്നുകൊണ്ടിരിക്കുന്ന CPM-ന്റെ സമ്മേളനമാണ്. അവിടെ ഇന്ന് പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച നടക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായിട്ടും കണ്ണൂർ കൂടിയാണ്. നിരവധി വിഷയങ്ങൾ സ്വാഭാവികമായിട്ടും അവിടെ ചർച്ചയ്ക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംബന്ധിച്ചുള്ള വാർത്തകൾ നമുക്ക് അവിടെ നിന്ന് സുല്ലൈസൊക്കെ തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, മലപ്പുറത്ത് ഫെസ്റ്റിവൽ, മുസ്ലിം യൂത്ത് ലീഗ് നടത്തുന്ന ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു. നിരവധി ചർച്ചകളും വിവാദങ്ങളൊക്കെ അതിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി സമാപിക്കുകയും ചെയ്യും. നിരവധി പ്രഭാഷകർ അവിടെ എത്തുന്നുണ്ട്. മറ്റൊരു കാര്യം, ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ച് സംബന്ധിച്ചുള്ള നിരവധി പഠനങ്ങൾ വന്നിരുന്നു. ഇന്നും ചില പ്രതികരണങ്ങൾ ഉണ്ടാവും. സർക്കാർ ഇക്കാര്യത്തിൽ ആ വെട്ടിക്കുറച്ച് 50% പുനഃസ്ഥാപിക്കണമെന്ന് തീരുമാനമെടുക്കുന്നിടത്തു വരെ സ്വാഭാവികമായിട്ടും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാനാണ് ന്യൂനപക്ഷ സംഘടനകളുടെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങളും ഇന്ന് ഉണ്ടായേക്കും.